ചോറ് വെച്ചിട്ടുള്ള ചപ്പാത്തിയാണ് കേട്ടോ ഇന്ന് കാണിക്കുന്ന. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചപ്പാത്തിയാണ്. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് ഏകദേശം ഒരു 2 കപ്പോളം ചോറ് നമ്മൾ ഒരു ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. പുളിമണം ഇല്ലാത്ത ചോറുമാണ് കേട്ടോ എടുക്കാനായിട്ട്. ബാക്കി വന്ന ചോറ് എടുക്കുന്നുണ്ടെങ്കിൽ പാകത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്ത് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കുക. ഇനി പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി വേണ്ടത് നമ്മൾ ഇതിലോട്ട് ആട്ടപ്പൊടിയാണ്. ആട്ടപ്പൊടി നമ്മൾ ഇതുപോലെ ചേർത്ത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് കുഴക്കാൻ പാകത്തിനുള്ള പരുവമായി കിട്ടണം. അപ്പൊ ഈ ഒരു അളവിൽ ഏകദേശം ഒരു 3 കപ്പിന്റെ അടുത്ത് പൊടി വേണ്ടി വരുന്നുണ്ട്. 2 കപ്പ് നമ്മൾ ചോറ് എടുക്കുമ്പോൾ. പിന്നെ നമ്മൾ അരച്ചെടുക്കുമ്പോൾ വെള്ളം ചേർക്കുന്ന ഇതിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ. അപ്പൊ അതായത് ഇതുപോലെ നന്നായിട്ട് പാകത്തിന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നമുക്ക് ബോൾസ് ആക്കി എടുക്കാൻ പാകത്തിന് ആട്ടപ്പൊടി ചേർത്തിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പൊ അതാ ഇതുപോലെ ഇങ്ങനെ ബോൾസ് ആക്കി എടുത്തിട്ട് ഇനി പരത്തിയെടുക്കാം. നമ്മൾ സാധാ പത്തിരി ചപ്പാത്തിയൊക്കെ ചെയ്യുന്ന പോലെ പത്തിരിയും ഇതുപോലെ തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ. ആട്ടപ്പൊടിക്ക് പകരം പത്തിരിപ്പൊടി, നൈസ് പത്തിരിപ്പൊടിയില്ലേ, അത് ചേർത്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ സാധാ പച്ചരിപ്പൊടിയാണ് കേട്ടോ. അല്ലാതെ കാസർഗോഡൻ പത്തിരിപ്പൊടി അല്ല. ഇനി ഇതുപോലെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ചുട്ടെടുത്താൽ മതി. പാനിലിട്ട് കൊടുത്തിട്ട് ഒരു 10 സെക്കൻഡ് ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. മറ്റേ സൈഡും കൂടെ കുക്കാകുമ്പോൾ മാറ്റാം. നമുക്ക് ഫ്രോസൺ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം കേട്ടോ കുറേ ദിവസം, 2 ആഴ്ച വരെ. അത് ഞാനൊരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിന് 2 ആഴ്ച വരെ നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും കേട്ടോ, ഒന്ന് പരത്തി വെച്ചിട്ട്. അപ്പൊ ഇതുപോലെ ഓരോന്നും ചുട്ടെടുത്താൽ മതി. സംഭവം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. നമ്മൾ ഇതുപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുമ്പോഴൊക്കെ ചിലപ്പോൾ ഇതിന്റെ സൈഡൊക്കെ ഒന്ന് പൊട്ടി നമ്മുടെ കൈയൊക്കെ ഒന്ന് ആവി വരുന്നുണ്ട് കയ്യിലോട്ടൊക്കെ. അപ്പൊ അതൊന്ന് ശ്രദ്ധിക്കാട്ടോ നമ്മളിങ്ങനെ പ്രസ് ചെയ്തെടുക്കുമ്പോൾ. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്യാത്തവര് ട്രൈ ചെയ്ത് നോക്കുക. ചോറൊക്കെ നമ്മുടെ കയ്യിൽ കുറെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടുള്ള ചോറാണെങ്കിലൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. നല്ലോണം കഴുകിയെടുത്തിട്ട് പുളിമണം ഇല്ലാത്ത ചോറ് എടുത്താൽ മതി. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളെ ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.